ഹായ് വെൽക്കം ബാക്ക് ടു ഡി ഷെഫ്. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാൻ എല്ലാ അമ്മമാർക്കും താല്പര്യം ഉണ്ടാവും. പലപ്പോഴും കുട്ടികൾ അത് കഴിക്കണമെന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് നവധാന്യം കൊണ്ടുള്ള ഒരു ഐസ്ക്രീമാണ്. നവധാന്യത്തിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് അത് കാണുകയും നല്ല അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാല് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവധിക്കാലമൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഇത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും കൊടുക്കാം. അപ്പോൾ 1/2 ലിറ്റർ പാലിൽ നിന്ന് അതിലെ 1/3 ഭാഗം ഞാനൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് അതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 3 ടീസ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതേപോലെ 1/4 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അത്യാവശ്യം തിളയ്ക്കുമ്പോൾ തന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് കൂടുതലാവും, അതിന് വേണ്ടിയിട്ടാണ്. ബട്ടർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ അത് മെൽറ്റായിട്ടുണ്ട്. തീ ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി ബാക്കിയുള്ള പാലിലോട്ട്, അതായത് നേരത്തെ നമ്മൾ മാറ്റി വെച്ച പാലിലോട്ട് പനം കൽക്കണ്ടം അല്ലെങ്കിൽ പനം ചക്കര ചേർത്ത് കൊടുക്കാം. പനം കൽക്കണ്ടാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അതിലങ്ങനെ അത്രയും പൊടിയൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ വീട്ടിൽ പനം കൽക്കണ്ടം തീർന്നിരിക്കുക, പനം ചക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഈ പാല് കുറച്ച് ചൂടിലാണ് ഇരിക്കുന്നത്. എങ്കിലും പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് തീ കത്തിച്ചിട്ടുണ്ട്. അത് മെൽറ്റ് ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതവിടെ ഇരുന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ബട്ടറും പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ച പാല് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഐസ്ക്രീമിൻ്റെ ഇടയിൽ കൂടെ ഈ പാലും കൂടെ നമ്മൾ ചേർക്കണുണ്ട്. 2 ലെയറായിട്ട് എടുക്കാൻ പോലെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ മറ്റേത് റെഡി ആകുമ്പോഴേക്കും, നവധാന്യത്തിൻ്റെ ആ ഭാഗം റെഡി ആകുമ്പോഴേക്കും ഇത് കുറേശ്ശെ കട്ടയായിട്ടുണ്ടാവും. ഫ്രീസറിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പാലിൽ, ബാക്കിയുള്ള പാലിൽ പനം കൽക്കണ്ടം അല്ലെങ്കിൽ പനം ചക്കര അലിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് അരിച്ചെടുക്കുക, എന്തെങ്കിലും കരടൊക്കെ ഇട്ടുണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും പനം ചക്കരയാണ് ഉപയോഗിച്ചേക്കുന്നത്, അതുകൊണ്ട് പൊടി ഉണ്ടാവും. അപ്പോൾ അത് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് തിളപ്പിച്ച് വെച്ചിരുന്ന അതേ പാത്രത്തിലോട്ട് തന്നെ തിരിച്ചൊഴിച്ചു കൊടുത്തേക്കാണ്. ഇനി നമുക്ക് നമ്മുടെ നവധാന്യം മിക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഒരുപാട് ചൂടില്ല കേട്ടോ. അത് മെൽറ്റായി വന്നപ്പോഴേക്കും പാലിൻ്റെ ചൂട് പോയി. അപ്പോൾ അതിലോട്ട് 6 ടേബിൾ സ്പൂൺ നവധാന്യമാണ് ചേർക്കുന്നത്. നവധാന്യത്തിൻ്റെ പൊടി ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതിൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മേലെയും അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ബീറ്റ് ചെയ്ത് നമുക്കെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടായാലും മതി. അതിലെ കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടണം. നല്ലപോലെ അതിൽ മിക്സ് ആവണം. മിക്സായതിന് ശേഷം മാത്രം ചെറിയ ചൂടിൽ വെച്ചിട്ട് ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കുറുക്കുണ്ടാക്കണ അതേ ടെക്നിക്ക് തന്നെയാണ്. കുറുക്കുണ്ടാക്കണ പോലെ തന്നെ ഞാനതിലെങ്ങനെയാണ് കുറുക്കുണ്ടാക്കണതെന്നും പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അത് റെഡിയായപ്പോൾ ഞാനതൊരു പാത്രത്തിലോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് പരത്തി വയ്ക്കുകയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. കുറുക്കായിട്ടൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് മടിയാവും. ഇവിടെ എൻ്റെ മോന് വലിയ മടിയൊന്നുമില്ല കേട്ടോ, അവൻ കഴിക്കും എങ്ങനെ കൊടുത്താലും. ഇതിപ്പോൾ ഇങ്ങനെ ചൂടാറി കഴിയുമ്പോൾ കണ്ടോ, ഇങ്ങനെ ലെയർ പോലെ അട പോലെയാണ് ഇരിക്കുക. അതൊരു ഐസ്ക്രീമിൻ്റെ പരുവത്തിലല്ലാതിരിക്കണത്. അതുകൊണ്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് സ്മൂത്താക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് മിക്സിയിലിട്ട് അടിക്കണത്. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ച് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഏകദേശം കിട്ടണം. കണ്ടില്ലേ, ഇതേപോലെ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സിയിൽ സൈഡിലൊക്കെ തട്ടിയിട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി ഒന്നും കൂടെ സ്മൂത്തായി. അപ്പോൾ നമുക്ക് ഏകദേശം ഐസ്ക്രീം തയ്യാറാക്കണ പരുവത്തിലായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ പാല് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ചെറിയ തോതിൽ കട്ട പിടിച്ചിട്ടുണ്ട്. ഞാൻ ഫ്രീസറിൽ ഇത്തിരി അധികം തണുപ്പ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്നാവാൻ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൽ ചേർക്കാം. ഞാനിപ്പോൾ പിസ്ത വളരെ ചെറുതായിട്ട് പൊടിച്ചിട്ടാണ് ചേർത്തേക്കണേ. കുട്ടികൾക്കാണ് ഉണ്ടാക്കണമെങ്കിൽ അത് ചേർക്കണം എന്നില്ല കേട്ടോ. ഇപ്പം എൻ്റെ മോന് 3 വയസ്സായി. അവനതൊക്കെ കടിച്ച് തിന്നും, കുറച്ചൊക്കെ തിന്നും. എങ്കിലും എനിക്ക് ചിലപ്പോൾ പേടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ചെറിയ തോതിൽ ഐസായ പാലിൻ്റെ ഭാഗം നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ പാല് ഐസായിട്ടില്ലെങ്കിൽ നമ്മൾ കുറുക്കിടുമ്പോൾ അതിൽ മുങ്ങിപ്പോവും. രണ്ടും സെപ്പറേറ്റായിട്ട് നിൽക്കില്ല. അത് രണ്ടും 2 കൺസിസ്റ്റൻസി വേണം. അതിനുശേഷം നമുക്ക് നവധാന്യം ചേർത്ത് കൊടുക്കാം. ഒന്ന് തട്ടി കൊടുക്കണം. വീണ്ടും പാലിൻ്റെ ഭാഗം ചേർക്കാണ്.
അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി നമുക്കിത് നല്ലപോലെ പ്രസ് ചെയ്ത് അടച്ചു വെച്ചിട്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് ലെയറായിട്ട് നിൽക്കണ കണ്ടില്ലേ? അത് കാണുമ്പോൾ തന്നെ ഒരു രസമാണ്. അപ്പോൾ നവധാന്യത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ആ പാലിൻ്റെ ടേസ്റ്റും കൂടെ ഇടയ്ക്ക് മിക്സായി വരുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ബാക്കിയുള്ളത് ഞാൻ അതിലോട്ട് തന്നെ ഇട്ടിട്ട് അതും ഇങ്ങനെ അടച്ചു വെക്കുകയാണ്. വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഐസ് ക്രിസ്റ്റൽസ് ഇല്ലാണ്ട് കിട്ടും. അപ്പോൾ അതേ എടുത്തു ഞാൻ. പിറ്റേ ദിവസം കാലത്താണ് കേട്ടോ ഇത്. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഐസ്ക്രീമൊക്കെ കൊടുക്കാൻ പേടിയുണ്ടാവും ഈ തണുപ്പ് അടിക്കുമ്പോൾ, ജലദോഷവും അതേപോലത്തെ കാര്യങ്ങൾ. അപ്പോൾ എത്രമാത്രം സയൻറ്റിഫിക് ആണെന്ന് അറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് യൂട്യൂബർ ഐഷാസ് ക്രിയേഷൻസ് ബൈ ടീന ഫൈസി, അവൾ പറഞ്ഞതാണ് വെള്ളം കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ചെറിയ ചൂടിൽ. അപ്പോൾ ഞാനിപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീമൊക്കെ തിന്ന് കഴിയുമ്പോൾ ഞാൻ അവന് കുറച്ച് വെള്ളമൊന്ന് കൊടുക്കും ചെറിയ ചൂടിൽ കേട്ടോ. തൊണ്ട അവിടെയൊക്കെ ഒന്ന് ചെറിയ ചൂട് തട്ടുമ്പോൾ ഒരു സുഖം തോന്നാറുണ്ട്. സയൻറ്റിഫിക്കായിട്ട് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡി ഷെഫ്. ഇന്ത്യ പോലെ സാധനം തിന്നു.